നമ്മുടെ കോഴിക്കോട് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചാനിയേലിന് ഒരു ഭീഷണി കത്ത് വന്നിരിക്കുന്നത് IDFI എന്ന പേരിലാണ്. ആ കത്തിനകത്ത് ബഹുമാന്യനവറുകൾ എഴുതിയിരിക്കുന്നത് ഹിജാബ് വിഷയം ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് എന്ന് മാത്രമല്ല, സ്കൂളിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനുമുള്ള സൗകര്യം ഉണ്ടാക്കണം. അയ്യോടാ, ചെറിയ കാര്യമല്ല. 90% വരുമാനം നേടിത്തരുന്നത് മുസ്ലിം സമുദായമാണെന്നും അതിനാൽ സ്കൂളിൽ ബാങ്ക് വിളിക്കാനും നിസ്കരിക്കാനും ഉള്ള സൗകര്യം വേണമെന്നുമാണ് പറയുന്നത്. എന്തായാലും അവൻ അവിടെ കബറടക്കാനുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞില്ല. സംഗതി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അതിലുണ്ട്. എന്തായാലും അതിലൊരു കാര്യമുണ്ട്, പോലീസിൽ അന്വേഷിക്കാനായി ഈ കത്ത് ഏൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സംഗതി ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കഴിഞ്ഞ മാസം നമ്മുടെ ജാർഖണ്ഡിൽ പർദ്ദ ഇട്ടുകൊണ്ട് ഒരാൾ വന്ന് ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ ജാഥ നടത്തുന്നതിനിടയിലേക്ക് കയറി അള്ളാഹു അക്ബറൊക്കെ വിളിച്ചിട്ട് ഓടിയപ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ, ഈ പടച്ചോൻ്റെ കൃപ, ദൈവത്തിൻ്റെ കാരുണ്യം എന്നൊക്കെ പറയുന്ന പോലെ യവൻ തട്ടി കമിഴ്ന്നങ്ങ് വീണ്. യവൻ്റെ നെഞ്ചാമണ്ട അടിച്ച് വീണപ്പോഴത്തേക്ക് ചുരിദാർ പൊങ്ങിയപ്പോഴാണ് നല്ല രോമാവൃതമായ ശരീരമുള്ള പ്രമോദ് സോണി എന്നായിരുന്നു അവൻ്റെ പേര്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അലിഗഡിലെ ഒരു ക്ഷേത്രത്തിൻ്റെ മതിലിൽ വലിയ അക്ഷരത്തിൽ പോയി അള്ളാഹു അക്ബറും ഭീകരാക്രമണവും പിന്നെ ഐ ലവ് മുഹമ്മദും ഒക്കെ എഴുതി വെച്ചത്. അവിടെ ദൈവമായി അവതരിച്ചത് CCTV ആണ്. ഈ CCTV അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 5-6 മുസ്ലിയാക്കന്മാരെ അങ്ങ് അറസ്റ്റ് ചെയ്തായിരുന്നു ഈ മതിലിൽ എഴുതിയതിന്. ഏതായാലും CCTV കണ്ടതോടുകൂടി നിർവാഹമില്ലാതെ അവന്മാരെ 4-5 പേരെ നിർത്തിയിരുത്തിയിരിക്കുന്നത് കണ്ടു. ഇപ്പം നാളെ രാവിലെ അവന്മാർക്ക് വയറ് നിറച്ച് ആഹാരം വാങ്ങിച്ചു കൊടുത്ത് അങ്ങ് പുറത്ത് വിടും. എങ്കിൽ പോലും പിടികിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, ഏതായാലും ഈ ബിഷപ്പിന് കത്തെഴുതിയ ആളിനെ ശരിയായ രീതിയിൽ പിടിച്ചാൽ, ആ പിടിക്കുന്നത് ഈ പറയുന്നത് പോലെ ബാങ്ക് വിളിക്കാനും അല്ലെങ്കിൽ നിസ്കരിക്കാനും ആഗ്രഹിക്കുന്ന സമുദായത്തിൽപ്പെട്ടവനെ ആണ് പിടിക്കുന്നതെങ്കിൽ അവനെ ഇങ്ങനെ ഏതെങ്കിലും വെള്ളിയാഴ്ച ഒരു പള്ളിയിലോട്ട് തന്നാൽ അതിൽ പെട്ടവർ തന്നെ എവിടെങ്കിലും ഒരു ഒഴിഞ്ഞ കവർ നോക്കി അവനെ അങ്ങ് അടക്കും. 100% അതിന് ഒരു സാധ്യതയില്ല. ഇതിനു മുമ്പ് ഇതുപോലെ തിരൂരിൽ നിന്ന് ഒരാൾ ഒരു കത്തെഴുതിയായിരുന്നു, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതെപ്പോഴായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കോതമംഗലത്തെ കോളേജുമായി ബന്ധപ്പെട്ട വിവാദം വന്നപ്പോഴാണ്. ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഭയങ്കര ഗൗരവമായ ചർച്ചയെല്ലാം നടന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്ന്, എനിക്ക് തോന്നുന്നത് നമ്മുടെ ജയശങ്കർ വക്കീലൊക്കെ വീഡിയോ എടുത്ത് തിരൂരിൽ വളർന്നു വരുന്ന ഭീകരവാദികളെക്കുറിച്ചൊക്കെ വലിയ അന്വേഷണമൊക്കെ നടത്തി ആ പരുവത്തിനൊക്കെ വന്നിട്ട് പോലീസ് ഇറങ്ങി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരാളോ ഒരു മേൽവിലാസക്കാരനോ തിരുവനന്തപുരത്തില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യവശാൽ നമ്മുടെ കേരള പോലീസിൻ്റെ ഒരു പ്രത്യേകത, ഇത്തരം സന്ദർഭങ്ങളിൽ വരുമ്പോൾ ഒന്നെങ്കിൽ അവർ മാനസിക രോഗിയെ പിടിക്കുകയോ അല്ലെങ്കിൽ ഒന്നും പിടിക്കാതെ എവിടെയെങ്കിലും തേച്ചങ്ങ് അവസാനിപ്പിക്കുകയോ ചെയ്യും. നമ്മൾ ഈ UP പോലീസിനെയും ബീഹാർ പോലീസിനെയും ജാർഖണ്ഡ് പോലീസിനെയും ഒക്കെ കുറ്റം പറയുന്നെങ്കിലും അവർ പിടികിട്ടുന്നവനെയെങ്കിലും പിടിച്ച് സമൂഹത്തിൻ്റെ മുന്നിൽ കാണിക്കും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഏർപ്പാടില്ല. അതുകൊണ്ട് പിതാവെ ബാങ്ക് വിളിക്കേണ്ടതും നിസ്കരിക്കാനും ഒക്കെ സൗകര്യങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പള്ളിക്കൂടത്തിലായി ഇതൊക്കെ ചെയ്യേണ്ടതെന്നെങ്കും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും പഠിച്ച പള്ളിക്കൂടത്തിലൊന്നും ഇത് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇത് എഴുതിയ ഒരു താല്പര്യം 2 തരത്തിലാണ്. ഒന്ന്, ഹിജാബ് കുത്തിക്കയറ്റി ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും കൂടെ തമ്മിലടിപ്പിക്കാൻ നോക്കിയിട്ട് അതിന് നമ്മുടെ എല്ലാ പ്രിൻസി പറഞ്ഞ ഇംഗ്ലീഷിൽ അങ്ങ് അവസാനിച്ചു. അതിനപ്പുറത്തേക്കൊന്നും പോയില്ല. കത്തിക്കാൻ നോക്കിയിട്ടും കത്തിയില്ല. ഇല്ല, കുട്ടിയെ വിളിച്ചുകൊണ്ട് പിതാവ് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് അത് കത്തിയില്ലെന്ന് മാത്രമല്ല, ഈ ബിഷപ്പും അല്ലെങ്കിൽ അതുപോലുള്ള പിതാക്കന്മാരൊക്കെ അച്ഛന്മാരൊക്കെ ഉള്ള സമിതികൾ ഒരു പ്രസ്താവനയൊക്കെ ഇറക്കി അങ്ങ് അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല. എന്നാൽ പിന്നെ ഇതുപോലെ ചില സംഗതികൾ നടത്താം എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലാണ്. ഇതിന് പല ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ ക്രിസ്ത്യൻ മുസ്ലിം സ്പ്ലിറ്റ് അത് ആഗ്രഹിച്ച് ചില മുതലാളിമാർ പല സ്ഥലങ്ങളിലും മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. അതിൽ പ്രതീക്ഷയർപ്പിച്ച് ഭരണം പിടിക്കാൻ നിൽക്കുന്നവരുണ്ട്. പിന്നെ പല മണ്ഡലങ്ങളിലും ഇതുപോലെ മത്സരിച്ചെടുത്തുകൊണ്ട് പോകാൻ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതങ്ങ് അകത്തോട്ട് കയറ്റി വെക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അല്ലാതെ അരിയാഹാരം കഴിച്ച എല്ലാവർക്കും അറിയാം, ഈ പറയുന്നവരിൽ നിന്ന് ആരും ഇപ്പം ഇതുപോലൊരു കത്ത് ബിഷപ്പിനയച്ച്
കോൾമേർ കൊള്ളിക്കാൻ ശ്രമിക്കുമെന്ന് ആരും വിചാരിക്കേണ്ട. ഇതിന് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അതുകൊണ്ട് ബിഷപ്പ് ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നിർബന്ധമായും ഈ പ്രതിയെ പിടിക്കുന്നതുവരെ എല്ലാ ബിഷപ്പുമാരും കൂടി പോലീസ് ആസ്ഥാനത്തിന് മുന്നിൽ നിരാഹാരമനുഷ്ഠിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ടിറങ്ങണം. ഇനിയുള്ള കാലത്ത് ഈ പ്രമോദ് സോണിയുടെ ജാർഖണ്ഡിലെ കഥ പറഞ്ഞതുപോലെ ഇത്തരം മാരകമായ സംഘികളും ഹിന്ദുത്വ ഭീകരരും എവിടെയും നുഴഞ്ഞു കയറി എന്ത് കലാപവും ഉണ്ടാക്കാൻ ശ്രമിക്കുക തന്നെ ചെയ്യും. പിന്നെ മുസ്ലിം പേരുകാരായ ഫക്രുദ്ദീൻ, അരിപ്പു തുടങ്ങിയ ആളുകളെയും ഇത്തരുണത്തിൽ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെയൊക്കെ പൊക്കവും വണ്ണവും എവിടെയെങ്കിലും അളന്ന് സൂക്ഷിച്ചിരിക്കണം. കാരണം പർദ്ദയ്ക്കകത്ത് കയറിയാലും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് അത് ഉപകാരപ്പെടും. ഏതായാലും കൃത്യമായ അന്വേഷണം നടക്കട്ടെ, പ്രതിയെ പിടിക്കട്ടെ. പിടിക്കണം. മനോരോഗിയാണെന്ന് പറഞ്ഞോ തെളിവില്ലെന്ന് പറഞ്ഞോ വെളിവില്ലെന്ന് പറഞ്ഞോ ഇത് അവസാനിപ്പിച്ച് കളയരുത്. അത്രയേ ഉള്ളൂ.